സോ ഡിയർ കരിയർ കൗൺസിലേഴ്സ് ക്ലബ് മെമ്പേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മള് എപ്പോഴും സമയത്തിന് വളരെയധികം വാല്യൂ കൊടുക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മള് ഒട്ടും താമസിപ്പിക്കാതെ ആ ഒരു സമയം 7:30 സമയം തന്നെ വെച്ച് പോവുകയാണ്. അപ്പോ ഇപ്പൊ എത്ര പേര് വന്നിട്ടുണ്ടോ അത്രയും പേര് നമ്മൾ തുടങ്ങുന്നു. ബാക്കിയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ ഇന്ന് നമുക്ക് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഞാൻ എന്റെ ഒരു കെയർ ഓഫിൽ ഇങ്ങോട്ട് വരുന്ന ഗസ്റ്റുകളൊക്കെ എനിക്ക് വളരെ കാലത്തെ അടുപ്പമുള്ള ആളുകളായിരിക്കും. ഒരുപാട് കാലങ്ങളായിട്ട് നമുക്ക് പരിചയമുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളായിരിക്കും. പക്ഷെ ഇന്നത്തെ ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയെ നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ ഒരാഴ്ച സമയമായിട്ടുള്ളൂ. ഒരാഴ്ച സമയം കൊണ്ട് പരിചയപ്പെട്ട് നല്ലൊരു ആത്മബന്ധം ക്രിയേറ്റ് ചെയ്ത് ഒരു മതിപ്പുണ്ടായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് കേട്ടിട്ട് നമ്മുടെ ഒരു മെമ്പർ, നമ്മുടെ കരിയർ കൗൺസിലേഴ്സ് ക്ലബ് മെമ്പർ ആയിട്ടുള്ള ബിന്ദുമോൾ ശിവദാസ് ഫ്രം കോട്ടയം, പുള്ളിക്കാരി സാറിന്റെ ക്ലാസ് എവിടുന്നോ കേട്ടിട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എന്നെ ഉടനെ വിളിച്ച് പറയുകയും, സാർ ഞാൻ ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ആ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സാറിന് ഫോൺ കൊടുത്തു, ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുത്തി. ഞങ്ങള് പരിചയപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ സാറിനോട് പറഞ്ഞു, സാറിനെ പറ്റി ഒന്ന് സംസാരിക്കൂ, സാറിനെ പറ്റിയിട്ട്. അപ്പൊ സാർ നല്ല തിരക്കിലായിരുന്നു. അപ്പോ പുള്ളി അദ്ദേഹത്തിന്റെ ഒരു ജീവിത കഥ ഒരു 2 മിനിറ്റ് നീണ്ട ഒരു ഓഡിയോ ക്ലിപ്പിലൂടെ എനിക്ക് അയച്ചു തന്നു. ഒരു സാധാരണ ഒരു LIC ഏജന്റ് ആയിട്ട്, അല്ലെ, ഒരു ലൈഫ് ഇൻഷുറൻസ് ഏജന്റ് ആയിട്ട് ഒരു കരിയർ തുടങ്ങിയ ഒരു വ്യക്തി എങ്ങനെയാണ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കരിയർ കൗൺസിലർ ആയിട്ട് മാറിയത് എന്നുള്ളൊരു സ്റ്റോറി, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് ലെസൺസ് ഉള്ള ഒരു സ്റ്റോറിയാണ് പുള്ളി അവിടെ പറഞ്ഞു തന്നത്. കഴിഞ്ഞ ആഴ്ച സെഷൻ എടുത്ത് ഞാൻ തന്നെയാണ്. അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ഏറ്റവും മീനിങ് ആയി തോന്നുന്ന, അല്ലെങ്കിൽ ഒരു പേർപ്പസ്ഫുൾ ആയി തോന്നുന്ന, നമുക്ക് ഏറ്റവും നന്നായി തിളങ്ങാൻ പറ്റുന്ന, നമുക്ക് നല്ല പാഷനുള്ള ഒരു ജോലി വേണം നമ്മൾ നമ്മുടെ ഒരു പ്രൊഫഷൻ ആയിട്ട് തിരഞ്ഞെടുക്കാൻ. അങ്ങനെ തിരഞ്ഞെടുത്താൽ നമുക്ക് അതിനെ വൈ വി ആർ സെലക്ടിങ് ദാറ്റ് എന്നുള്ള നല്ല റീസൺ വേണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു ക്ലാസിക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇന്നത്തെ ഗസ്റ്റ് മിസ്റ്റർ ഷാജൻ വി സിറിയക് സാറിനെ നമുക്ക് കരുതാൻ പറ്റും. ഷാജൻ വി സിറിയക്, അതാണ് നമ്മുടെ അന്നത്തെ ഗസ്റ്റിന്റെ പേര്. അദ്ദേഹത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സാർ തന്നെ പറയും. സാറെ, ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, സാർ എന്നോട് പറഞ്ഞ പോലെ തന്നെ സാറിന്റെ സെഷനിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 5 to 10 minutes എടുത്തുകൊണ്ട് സാറിന്റെ ആ ഒരു മാക്സിമം ഒരു 10 minutes കൊണ്ട് സാറിന്റെ ആ സ്റ്റോറി കൂടി ഒന്ന് പറയണം. എങ്ങനെയാണ് സാർ ആ LIC ഏജന്റ് ആയതും, അതിനുശേഷം ആ ഒരു വീട്ടമ്മ സാറിനോട് ഒരു ചോദ്യം ചോദിച്ചതും, ആ ചോദ്യം സാറിന്റെ മനസ്സിൽ കൊണ്ടതും, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് സാറ് ഒരു ഭാവി തലമുറയുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പോകുന്ന ഒരു പുതിയൊരു കരിയർ മേഖലയിലേക്ക് സാറ് സ്വയം കാല് വെച്ച് ചുവട് മാറിയതും മുതലായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം. എന്നിട്ട് വേണം നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാൻ ഞാൻ സാറിന് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യണം. സാറിന്റെ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 30 minutes ആണ് സാറിന് മൊത്തത്തിൽ സമയം ഉണ്ടാവുക. പിന്നെ നമ്മുടെ ഇന്ററാക്റ്റീവ് സെഷൻ ആയിരിക്കും, എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റൊക്കെ ആയിട്ട്. അങ്ങനെ കറക്റ്റ് 8:30 നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അങ്ങനെയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സാർ, ഞങ്ങളുടെ ഒരു ആദ്യം 2 പേർക്ക് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഒന്ന്, ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മുടെ സാറിന് നമുക്ക് പരിചയപ്പെടുത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ ബിന്ദു മാഡത്തിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയും നല്ലൊരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടുത്തിയെങ്കിൽ ആദ്യമേ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ തിരക്കിലാണെങ്കിൽ പോലും നമ്മൾ തൊട്ടടുത്ത ആഴ്ച വെരി നെക്സ്റ്റ് വീക്ക് സാർ ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അതെന്താ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനാൽ ആ ഒരു ക്ഷണം ഏറ്റെടുത്ത് ഇന്ന് നമ്മുടെ മുമ്പിൽ കൃത്യസമയത്ത് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഗസ്റ്റ് ഷാജൻ വി സിറിയക് സാറിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. സാർ, ഓൺ ബിഹാഫ് ഓഫ് ദ എൻറ്റയർ കരിയർ കൗൺസിലേഴ്സ് ക്ലബ്, ഐ ഇൻവൈറ്റ് യു ആൻഡ് വെൽക്കം യു ടു ദ ബോർഡ്. സാർ, പ്ലീസ്. ഓക്കെ, ഈ ഒരു കൂട്ടായ്മ ഞങ്ങൾ 1 വർഷമായി തുടങ്ങിയിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. ഒരുപാട് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അങ്ങോട്ട് പങ്കുവെക്കാറുണ്ട്, ആശയങ്ങൾ പങ്കുവെക്കാറുണ്ട്, സുഖദുഃഖങ്ങൾ പങ്കുവെക്കാറുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗസ്റ്റ് തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ആ ഗസ്റ്റിന്റെ കാഴ്ചപ്പാടുകൾ വിരിക്കും, അനുഭവങ്ങൾ വിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങളൊക്കെ പഠിക്കാനുണ്ടാവാറുണ്ട്. ഒരുപാട് പേര് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ആയിട്ട് വന്നു പോയി. സാറ് പറഞ്ഞു, ദിനേശ് സാറും പിന്നെ തൊമ്മനടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് പോയ ആളുകളാണ്. അപ്പോ എനിവേ, സാറിന്റെ വാക്കുകൾ കൂടി ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്ലീസ്, ദ ഫ്ലോർ ഈസ് ലെഫ്റ്റ് ഫോർ യു. താങ്ക് യു വെരി മച്ച് സർ. വെരി റെസ്പെക്റ്റഡ് നമ്മളെ ഇതിന്റെ അധികാരിയായിട്ടുള്ള നജീമുദ്ദീൻ സാറെ, എന്നെ ഈ വേദിയിലേക്ക് കൊണ്ടുവന്ന ബീനാമോളെ, മറ്റ് വളരെയധികം പ്രഗത്ഭരായിട്ടുള്ള കരിയർ കൗൺസിലേഴ്സ്, നമസ്കാരമുണ്ട്. എൻ്റെ പേര് ഷാജൻ വി സിറിയക്.
ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം ലേബറിന്റെ പബ്ലിക്കേഷണൽ ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് കയറി. കേരള ഒട്ടുക്ക് അതിലൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം കിട്ടി. അത്യാവശ്യ കാര്യങ്ങളിൽ ലേബറിന്റെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ചു. അതിനുശേഷം കോഴിക്കോട് നിന്ന് ഇറങ്ങുന്ന ഒരു വിദ്യാഭ്യാസ മാസികയുണ്ട് ബ്രെയിൻസ്, അതിൽ വർക്ക് ചെയ്തു. അതിനുശേഷം കൊല്ലത്ത് നിന്നും ഇറങ്ങുന്ന വിദ്യാഭ്യാസ മാസികയായ ബ്രെയിൻസ് പബ്ലിക്കേഷനിൽ വർക്ക് ചെയ്തു. ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു സുഖകരമല്ല എന്ന് എനിക്ക് തോന്നിയതിനാൽ പതുക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവര് LICയെ പറ്റി പറഞ്ഞു. അതിൽ കോട്ടയത്തെ ബ്രാഞ്ച് 1-ൽ നിന്നും ടോപ്പ് ഏജന്റ് ആയിട്ട് തന്നെ വരുവാനുള്ള ഭാഗ്യം കിട്ടി. ഇതിനിടയ്ക്ക് കോഴിക്കോട് ബ്രെയിൻസിൽ വർക്ക് ചെയ്ത കാലത്ത് എനിക്ക് കോഴിക്കോടുള്ള ഒരു നല്ല വ്യക്തിയുമായിട്ട് നല്ലൊരു ബന്ധം വരികയും ഒരു 30 വർഷക്കാലം മുൻപ് 3 ലക്ഷം രൂപയുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ വലുതാണ്. 3 ലക്ഷം രൂപയുടെ പോളിസി അദ്ദേഹം എടുക്കുകയും 4 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ശവസംസ്കാരത്തിന് മുമ്പ് തന്നെ ആ 3 ലക്ഷത്തിന് 9 ലക്ഷം രൂപയായിട്ട് ആ ബഹുമാന വ്യക്തിയുടെ ഭാര്യയ്ക്ക് കൊടുക്കുവാൻ എനിക്ക് സാധിച്ചു. ഒരു 3-4 മാസങ്ങൾക്ക് ശേഷം ഞാൻ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏക മകളുമായിട്ട് കലങ്ങിയ കണ്ണുമായിട്ടിരിക്കുകയാണ്. ഞാൻ പോളിസിയുടെ കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ വരുന്ന ഒരു ലാഭത്തിന് വേണ്ടിയിട്ടല്ലാതെ അജ്ഞതയുള്ള ഞങ്ങളെപ്പോലെയുള്ള വ്യക്തികൾക്ക് ഒരു നല്ല മാർഗനിർദ്ദേശം, മക്കളിൽ നല്ല കോളേജുകൾ പഠിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ നല്ലത്. എൻ്റെ മകള് നഴ്സിങ്ങിന് പോയി INC KNC ഇല്ലാത്ത ഒരു കോളേജിൽ പഠിച്ചു. പൈസ പോയത് മാത്രമല്ല, അവളുടെ 4 വർഷം പോയി. അവളുടെ വിവാഹ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും വിദ്യാഭ്യാസ മേഖലകൾ താല്പര്യമുള്ളതിനാൽ ആ വർഷം ഒരു 3-4 കോളേജുമായിട്ട് ടൈപ്പായി. ഇപ്പോൾ എനിക്ക് ഇന്ത്യയിലുള്ള ഏത് പ്രൈവറ്റ് കോളേജുകളിലേക്കും അഡ്മിഷൻ കൊടുക്കാനുള്ള ഫുൾ ഓതറൈസേഷൻ ഉണ്ട്. അങ്ങനെ ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തി. 1998-ൽ ഞാൻ ഒരു യുണീക്ക് എന്റർപ്രൈസസ് എന്ന പേരിൽ ഒരു ഫേം രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം 2004 മുതൽ കൗൺസിലിംഗ് തുടങ്ങി. അതിനുശേഷം 2006 ഞാൻ കരിയർ മെന്ററിങ് ആരംഭിച്ചു. ISO സർട്ടിഫിക്കേഷനുള്ള കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും അംഗീകാരമുള്ള ഒരു സ്ഥാപനത്തിന്റെ ഉടമയിൽ വരുവാനായിട്ട് എനിക്ക് ഈ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. 2014 മുതൽ ബെസ്റ്റ് കരിയർ മെന്റർ, കരിയർ കൗൺസിലർ ഈ അവാർഡുകൾ എല്ലാ വർഷവും വാങ്ങിക്കുവാൻ ദൈവാനുഗ്രഹം എനിക്ക് ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ പോകുന്ന കോഴ്സുകളെ പറ്റി നല്ല അവയർനെസ് കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാസുരമായ ഭാവി ഉണ്ടാക്കുവാനും വർഷത്തിൽ 2-3 പ്രാവശ്യം കുഞ്ഞുങ്ങളുടെ കോളേജുകൾ പോയി സന്ദർശിച്ച് അവർക്ക് വേണ്ടി ബൂസ്റ്റിംഗ് കൊടുക്കുവാനും ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ഞാൻ അവരെ കരുതുന്നു. ഇത്രയാണ് ആദ്യമായിട്ട് എന്നെപ്പറ്റി ഞാൻ പറയുന്നത്. എന്നിൽ നിക്ഷിപ്തമായ ചുമതലയിലേക്ക് കയറാം. 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് പറയേണ്ട കാര്യമാണ് നജുദ്ദീൻ സാർ എന്നോട് 20 മിനിറ്റ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ 20 മിനിറ്റ് കാര്യമായിട്ട് എടുക്കുന്നു. ഞാൻ എന്നിൽ നിക്ഷിപ്തമായ ചുമതലയിലേക്ക് ഞാൻ മാറുകയാണ്. ഞാൻ ഒരു 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞോട്ടെ. ഞാൻ സ്കൂളുകളിൽ തന്നെ എഡ്യൂക്കേഷണൽ എക്സ്പോ നടത്താറുണ്ട്. കാരണം അധ്യാപകർക്കാണ് കുഞ്ഞുങ്ങളുടെ ഭാവിയെ പറ്റി നല്ലപോലെ അവരുടെ കാലിബർ അറിയാവുന്ന അധ്യാപകർക്കാണ്. അപ്പോൾ ഒരു 10-12 കോളേജുകളെ കൊണ്ടുവന്നിരുത്തി ഏകദേശം 300ഓളം കോഴ്സുകളെ പറ്റി കുഞ്ഞുങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കുവാനും, എന്താണ് കോഴ്സ്, അതിന്റെ സിലബസ് എന്ത്, പഠിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ജോലി കിട്ടും, എന്തെല്ലാം സാലറി കിട്ടും, ഹയർ സ്റ്റഡീസ് ഓപ്ഷൻ എന്തെല്ലാം എന്നുള്ളത് മാതാപിതാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും സാന്നിധ്യത്തിൽ അധ്യാപകരുടെ സഹകരണത്തോടുകൂടി കുഞ്ഞുങ്ങൾക്ക് സെലക്ട് ചെയ്യുവാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് താല്പര്യമുള്ളവർക്ക് ക്രിയേറ്റീവ് കരിയർ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും നല്ല ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും എല്ലാവിധ സജ്ജീകരണങ്ങളുമായിട്ട് ഒരു 100ഓളം കുട്ടികൾക്കായിട്ട് സൗജന്യമായിട്ട്, എല്ലാം എൻ്റെ സൗജന്യമാണ്, സൗജന്യമായിട്ട് തലേ വർഷങ്ങളിലെ നല്ല കണ്ടുപിടുത്തങ്ങൾ അവരെ കൊണ്ട് ചെയ്യിച്ച് നല്ല ഒരു കണ്ടുപിടുത്തങ്ങൾ അവരിലൂടെ നടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്പയറിംഗ് ആണ് ഞാൻ അതിലൂടെ കൊടുക്കുന്നത്.
കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം 2022 മുതൽ ഞാൻ ക്രിയേറ്റീവ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ഗെയിം ഡിസൈനിങ്, പ്രോഗ്രാമിംഗ്, മൾട്ടിമീഡിയ ആനിമേഷൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പരിപാടികൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഉത്തേജനം കൊടുക്കുന്ന തരത്തിൽ ഒരു എക്സ്പോയും കൂടെ നടത്തുന്നുണ്ട്. അപ്പോൾ എന്നിലേക്ക് വെച്ച കാര്യങ്ങൾ ഞാൻ പറയട്ടെ. എൻ്റെ പ്രസ്ഥാനത്തിന്റെ ലോഗോ റീച്ച് ദ അൺറീച്ച്ഡ്, എ ഗൈഡ് ലൈൻ ഫോർ ബ്രൈറ്റ് ഫ്യൂച്ചർ. എത്തിപ്പെടാൻ ആഗ്രഹിച്ചതിനെക്കാട്ടിലും ഉയർന്ന ഒരു തസ്തികയിലേക്ക് കുഞ്ഞുങ്ങളെ വിടുവാനും അവർക്ക് നല്ല മാർഗനിർദ്ദേശം കൊടുക്കുവാനായിട്ടാണ് എൻ്റെ ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരെയും അങ്ങനെ നിങ്ങളുടെ അടുത്ത് വരുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാസുരമായ ഒരു ഭാവി കൊടുക്കുന്നതിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. എൻ്റെ ക്ലാസ് ആരംഭിക്കട്ടെ. സ്റ്റീം എഞ്ചിന്റെ ആവിർഭാവത്തോടുകൂടി 18ാം നൂറ്റാണ്ടിൽ ഒന്നാം വ്യവസായ വിപ്ലവം ആരംഭിച്ചു. ഇലക്ട്രിസിറ്റിയും ടെലഗ്രാമിന്റെയും വരവോടുകൂടി 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി രണ്ടാം വ്യവസായ വിപ്ലവം ആരംഭിച്ചു. മൂന്നാം വ്യവസായ വിപ്ലവം ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ തുടങ്ങിയ കണ്ടുപിടുത്തത്തിലൂടെ 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി വരികയും 2010 നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മിഷൻ ലേണിംഗ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഡ്രോൺസ് ഇതിൻ്റെയൊക്കെ ആവിർഭാവത്തോടുകൂടി നാലാമത്തെ വ്യവസായ വിപ്ലവത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും നമ്മൾ ഇവിടെ കാണുന്ന കോവിഡിന്റെ വ്യാപനത്തോടു കൂടിയാണ് നമ്മുടെ ഇവിടെ നാലാം വ്യവസായ വിപ്ലവത്തിന് ഒരു ഊർജ്ജസ്വലത വന്നത്. ആ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓഫീസ് ജോലികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം പൂട്ടപ്പെടുകയും എല്ലാവരും വീടുകളിലേക്ക് കയറുകയും ജീവിതത്തിൽ സന്തോഷങ്ങൾ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പോയ ആൾക്കാർ ആ ഇന്ററാക്ഷനിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ മാനസികമായിട്ട് വളരെയധികം പിരിമുറുക്കങ്ങൾ ഉണ്ടാകുകയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി നമ്മളുടെ സ്കൂളുകളും ഓഫീസുകളും എല്ലാം ഓഫീസുകളിൽ പോകാതെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്ന ഓരോ ഉയർച്ചയും നമ്മൾക്ക് അഭിമാനം തരുന്ന വളരെയധികം കാര്യങ്ങൾ നമ്മൾക്ക് ഉണ്ടായി. 3Gയിൽ നിന്ന് 4Gയിലേക്കും 5Gയിലേക്കും നമ്മളുടെ ഇന്റർനെറ്റ് വന്നതോടുകൂടി ശക്തിമത്തായിട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ ആരംഭിച്ചു. ഓൺലൈൻ യൂണിവേഴ്സിറ്റികൾ വളരെയധികം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചെങ്കിലും ഈ കോവിഡിന്റെ വ്യാപനത്തോടുകൂടി ഓൺലൈനായിട്ട് വളരെയധികം കോഴ്സുകൾക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും വരെയും അങ്ങനെ പല കോഴ്സുകൾക്കും പോകുവാനായിട്ട് തയ്യാറായി. അതിൽ കുറെ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്ന ORG, കോഴ്സിറ, വെഡാസിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളാണ്. അപ്പം ഇവിടെ ബഹുമാനപ്പെട്ട കൗൺസിലേഴ്സിനോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് വളരെയധികം കോഴ്സുകൾക്ക് സൗജന്യമായിട്ട് തന്നെ പോകുവാനുള്ള നല്ല അവസരങ്ങൾ ഈ കോഴ്സ് ഇറ വഴി നമ്മൾക്ക് സാധിക്കുന്നുണ്ട്. ഏകദേശം 3000-ലേറെ കോഴ്സുകൾക്ക് ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള നല്ല നല്ല യൂണിവേഴ്സിറ്റികളിലെ ഫാക്കൽറ്റീസ്, നല്ല ലേണഡ് സ്കോളേഴ്സ് നല്ല ക്ലാസ്സുകൾ എടുത്ത് കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായിട്ട് അവരെന്തെല്ലാം ആഗ്രഹിക്കുന്നു ആ സബ്ജക്റ്റുകളിലെല്ലാം നല്ല ക്ലാസ്സുകൾ കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് ശോഭനമായ ഒരു ഭാവി കൊടുക്കുവാനായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ തുച്ഛമായ ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ അതിൽ അപ്പിയർ ചെയ്യുന്നവർക്ക് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഈ കോഴ്സിറ മാത്രമല്ല, വേറെ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമും ഇതുപോലെ തന്നെ സൗജന്യമായിട്ടും സൗജന്യമല്ലാതെയും ഉള്ള വളരെയധികം കോഴ്സുകൾ നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളോട് പറയുവാനുള്ളത്, ഈ ലിങ്ക്ഡിനിൽ നമ്മൾ ഒരു
പ്രൊഫൈല് ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളെ കുഞ്ഞുങ്ങളോട് എല്ലാവരോടും പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇനിയത്തെ കാലത്ത് ലിങ്ക്ഡിനിൽ നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ആക്ടിവേറ്റ് ആകുകയും നമ്മൾ അതുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല നല്ല ജോലി മേഖലകളിലേക്ക് ലിങ്ക്ഡിനിലൂടെ നമ്മൾക്ക് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഭാസുരമായ ഒരു ഭാവി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു അപകടകരമായ ഒരു കാര്യമുണ്ട്. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ ഒരു മോശമായിട്ടുള്ള ഒരു ഇതിൽ കയറിയാൽ ലിങ്ക്ഡിൻ അതിന്റെ അൽഗോരിതം അത് മനസ്സിലാക്കുകയും അവരിലെ കഴിവുകൾ മോശപ്പെട്ട കാര്യങ്ങൾ അൽഗോരിതം മനസ്സിലാക്കി എടുക്കുകയും ചെയ്യുന്നു. അപ്പം ജോലി മേഖലകളിൽ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഭാസുരമായ ഭാവിയിൽ അത് ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയുവാനുള്ളത്, നമ്മളുടെ ഈ 2020 ശേഷമുള്ള വളർച്ച നമ്മളുടെ കമ്പ്യൂട്ടർ ലോകത്ത് അല്ലെങ്കിൽ ഇന്റർനെറ്റ് രംഗത്ത് വളരെയധികം സ്പീഡിലായിരുന്നു വന്നത്. അതില് നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ്, ബ്ലോക്ക് ചെയിൻ, റിന്യൂവബിൾ എനർജി, ഇലക്ട്രിക് മൊബിലിറ്റി, ഡ്രോൺസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി, ഹൈഡ്രജൻ കൊണ്ടും ജലം കൊണ്ടും ഓടിക്കാൻ പോകുന്ന വാഹനങ്ങൾ, അഗ്രികൾച്ചർ മിഷൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്, ബിഗ് ഡാറ്റ, ഇങ്ങനെ തുടങ്ങി. ഇനി ശാസ്ത്ര മേഖലയല്ലാതെ കീ ഹോൾ ഓപ്പറേഷനിലൂടെ വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ വളരെ ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സഹകരണത്തോടുകൂടി കീ ഹോൾ ഓപ്പറേഷൻ, ബയോടെക്നോളജിയിലുള്ള വളർച്ച, വേസ്റ്റ് മാനേജ്മെന്റ്. ഇപ്പോൾ ഉള്ള ആളുകൾക്കൊക്കെ 3 സെന്റ് 5 സെന്റ് സ്ഥലങ്ങളിലേക്ക് ഒതുങ്ങി അവര് കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി വേസ്റ്റ് സാധനങ്ങൾ വരുന്നുണ്ട്. അത് ഉപയോഗവത്തായിട്ടുള്ള വസ്തുക്കളാക്കുവാനായിട്ടുള്ള മേഖലകൾ തുറന്നിട്ടുണ്ട്. വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് ഉണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ട്, ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട്, ടൂറിസം ആൻഡ് ട്രാവൽസ് മാനേജ്മെന്റ്, ജിയോളജി. ഇനി ഒരു യുദ്ധം വരുന്നത് ജലത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ഫിസിയോതെറാപ്പി, ഹോട്ടൽ BHM എന്ന് പറയുന്ന ഹോട്ടൽ മാനേജ്മെന്റ്, ടെക്സ്റ്റൈൽ ഫീൽഡുകൾ, ഫുഡ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫീൽഡുകൾ എല്ലാം വളരെയധികം ശക്തിമത്തായിട്ട് ഈ കാലയളവിൽ വളർന്നു വന്നിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ഒരു സന്തോഷദായകമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, പണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ 100 പേർക്ക് ജോലി കിട്ടുന്നുണ്ട് എങ്കിൽ ഈ പറഞ്ഞ ശാസ്ത്രങ്ങളും കണ്ടുപിടുത്തങ്ങളും മൂലം ഇനി വരുന്ന കാലത്ത് 10% പേർക്ക് പോലും ജോലി ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൻ്റെ അകത്ത് വളരെയധികം കാര്യങ്ങൾ പറയാനുള്ളത്. ഇപ്പം ഒരു ഡോക്ടർ എന്നുള്ള ഒരു സ്വപ്നമുള്ളവർ, ഞാൻ ഡിസ്വൈഡ് ചെയ്യല്ല, ഡോക്ടർ എന്നുള്ള ഒരു സ്വപ്നമുണ്ടെങ്കിൽ ഇനിയത്തെ കാലത്ത് ഹൈലി എഡ്യൂക്കേറ്റഡ് നല്ല കഴിവുകളുള്ള ഡോക്ടർമാരെ മാത്രം ഇനി ആവശ്യമുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾക്ക് റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹകരണത്തോടുകൂടി എല്ലാ കാര്യങ്ങളും എവിടെ ഇരിക്കുന്ന ഡോക്ടറോടായാലും ഡോക്ടറുടെ അടുത്ത് റോബോട്ടിന്റെ സഹകരണത്തോടുകൂടി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ജോലി മേഖല, ഒരു ആശുപത്രിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ റിസപ്ഷൻ മുതൽ എല്ലാ കാര്യങ്ങളും റോബോട്ടുകൾ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഹോട്ടൽ ഫീൽഡ് ആയാലും 5000-ലേറെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന റോബോട്ടുകൾ ഇന്ന് ഹോട്ടലുകളിലേക്കുണ്ട്. അധ്യാപന ഫീൽഡിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ റോബോട്ടുകൾ തന്നെയാണ്. കർണാടകത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പല കോളേജുകളും റോബോട്ടുകൾ തന്നെ നിയന്ത്രിച്ച് നയിച്ചു കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങളാണ്. അങ്ങനെ അധ്യാപകർ റോബോട്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ whenever we want a clarification from the teachers, നമ്മൾക്ക് 24 മണിക്കൂറും ഈ റോബോട്ടിൽ നിന്നും നമ്മൾക്ക് സംശയ നിവാരണം ഉണ്ടാകുവാനുള്ള നല്ല ഒരു അവസരമുണ്ട്. നമ്മൾക്ക് ഇനി പറയാനുള്ളത്, ഗൂഗിളും മൈക്രോസോഫ്റ്റിലൂടെയൊക്കെ നമ്മൾക്ക് ഒത്തിരി ഡീറ്റെയിൽസ് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അതിന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഗൂഗിളും മൈക്രോസോഫ്റ്റും നമ്മൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് തരുന്നുള്ളത് എങ്കിൽ ChatGPT എന്ന് പറയുന്ന പുതിയ വേർഷൻ, അതിനുള്ള ഒരു ദോഷം 2021 വരെയുള്ള ഡീറ്റെയിൽസേ വളരെ കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ChatGPT വഴി നമ്മൾക്ക് കിട്ടുന്നുള്ളൂ.
അത് മാത്രം ശ്രദ്ധിക്കുക. അതിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മൾ കുറച്ച് കാര്യം നമ്മൾ ചില ഐഡിയാസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ ഐഡിയാസ് വെച്ചുകൊണ്ടാണ് ChatGPT-യുടെ നമ്മളുടെ ഫയലിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഉള്ള ഉത്തരങ്ങൾ തരുന്നത്. പ്രിയ കൗൺസിലേഴ്സ്, നമ്മളുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കാൻ, അവരുടെ വീക്ക് പോയിന്റുകൾ മനസ്സിലാക്കാൻ, അവരുടെ കഴിവുകളും കഴിവുകേടുകളും എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് മനസ്സിലാക്കുവാണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി മിയാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കമ്പ്യൂട്ടറിലൂടെ കുഞ്ഞുങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ കഴിവുകേടുകളെല്ലാം മനസ്സിലാക്കി തരുന്ന മിയാറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നമ്മളെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് നമ്മളെ കുഞ്ഞുങ്ങളെ വിധേയരാക്കിയാൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ ഏത് കോഴ്സിന് പോകുന്നതാണ്, അവനിലുള്ള ബലഹീന ഇന്നതാണ്, അവൻ ലീഡർഷിപ്പിലേക്ക് വരാനുള്ള ഇന്ന കാര്യങ്ങളെല്ലാം അവന്റെ ലീഡർഷിപ്പിന്റെ അത് മാറ്റങ്ങൾ വരുത്തണം, അവന്റെ ഫ്രണ്ട്സിനോട് അവൻ എങ്ങനെ പെരുമാറുന്നു, ഫ്രണ്ട്സ് അവനോട് എങ്ങനെ പെരുമാറുന്നു, എല്ലാ കാര്യങ്ങളും 33 പേജുകളിലായിട്ട് ഓരോ പേജുകളിലും ഓരോ വിവരങ്ങളായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇനി അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഫിയ എന്ന് പറയുന്ന റോബോട്ടിനെ പറ്റി അറിയാം. സൗദി അറേബ്യയിലാണ് ഇപ്പോൾ സോഫിയ ഉള്ളത്. സോഫിയയെ പറ്റി പറയുമ്പോഴത്തേക്ക് സാധാരണ ഒരു പെൺകുട്ടിയെ പോലെ എല്ലാം സംസാരിക്കുകയും നല്ല കഴിവുകൾ പുലർത്തുകയും കേരളത്തിലാണ് 4-5 പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. സ്വന്തമായിട്ട് പാസ്പോർട്ടുള്ള ഏക റോബോട്ടാണ് സോഫിയ. ആ സോഫിയയെ പോലെ വളരെ കഴിവുള്ള റോബോട്ടുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോടുകൂടി ഇനി നമ്മളുടെ വേദിയിലേക്ക് വരുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ നമ്മളുടെ അവകാശം എന്നുള്ള ഒരു പദം കളഞ്ഞിട്ട് ഇനി നമ്മൾക്ക് ജോലി മേഖലകളിൽ പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ കഠിനാധ്വാനങ്ങൾ ചെയ്യുകയും നല്ല ജോലികൾക്കായിട്ട് നല്ല വീണ്ടും വീണ്ടും പഠിക്കുക, നമ്മളുടെ ജീവിതകാലം മുഴുവൻ പഠിക്കുക, ഒരു ജോലി മാത്രം. പണ്ടായിരുന്നെങ്കിൽ BSc മാത്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് B.Ed കൂടെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അധ്യാപകൻ അല്ലെ അധ്യാപികയായിട്ട് റിട്ടയർമെന്റ് വരെയും കഴിയാം എന്നുള്ള സ്വപ്നങ്ങൾ ഇനി നമ്മൾക്ക് വെച്ച് പുലർത്താൻ പറ്റിയല്ല. ഏത് സമയത്തും റോബോട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിങ്ങും ഇന്റർനെറ്റ് ഓഫ് തിങ്സിന്റെ ഒക്കെ സഹായത്തോടുകൂടി ജോലി മേഖലകൾ നമ്മൾക്ക് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് നമ്മളുടെ ജീവിതം തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്. നമ്മളുടെ തലമുറ അടുത്ത തലമുറയിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ലതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും കുഞ്ഞുങ്ങൾക്ക് വേണ്ട ജ്ഞാനങ്ങൾ കൊടുക്കുവാനായിട്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ കോഴ്സിറയിലൂടെയും നമ്മളുടെ മൈക്രോസോഫ്റ്റിലൂടെയും ലിങ്ക്ഡിനിലൂടെയും കൂടുതൽ ജ്ഞാനങ്ങൾ സമ്പാദിക്കുവാനായിട്ട് നമ്മളെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുക. ഇനി നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം, നമ്മളുടെ വിദ്യാഭ്യാസ മേഖലകൾക്ക് എല്ലാം വളരെയധികം മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇനി 2025 ഡിഗ്രികളെല്ലാം 4 വർഷത്തേക്കായിട്ട് പോവുകയാണ്. 4 വർഷത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്. 1 വർഷം കഴിയുമ്പോൾ ആ കുഞ്ഞ് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്താൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. 3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡിഗ്രിയുടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്. 4 വർഷം കഴിഞ്ഞാൽ ഓണേഴ്സ് ഡിഗ്രി നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ഏത് സബ്ജക്റ്റും മാറി ചിന്തിച്ച് അതനുസരിച്ച് നമ്മളുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനും ജോലി മേഖലകൾ തിരഞ്ഞെടുക്കുവാനും നമ്മളെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ജോലിയിൽ പ്രവേശിക്കുക, ആ ജോലിയിൽ ഇരുന്നുകൊണ്ട് തൻ്റെ വിജ്ഞാനം കൂടുതൽ സമ്പാദിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. ഇനിയിപ്പം എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ പല കോളേജുകളും നല്ലപോലെ പ്രവർത്തിക്കുന്ന പല കോളേജുകൾക്കും യൂണിവേഴ്സിറ്റിയും UGCയും ഓട്ടോണമസ് കോളേജ് ആക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോളേജിന് ഇതുവരെയും ഓട്ടോണമസ് കോളേജ് എന്ന് പറയുമ്പോഴത്തെ യൂണിവേഴ്സിറ്റി ആയിരുന്നു ഡിഗ്രി കൊടുത്തിരുന്നത്.
ആ ഡിഗ്രി ഇനി ആ കോളേജിന് കൊടുക്കാനുള്ള പരമാധികാരം ഉൾപ്പെടെ കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ എന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ഫ്ലുവൻസി വളരെ കുറവാണ്. ആ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉണ്ടാകുവാനായിട്ട് വിദേശ രാജ്യങ്ങളിലുള്ള പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ, വിദേശികളായിട്ടുള്ളവർ, നമ്മൾ ഇന്ത്യക്കാർ പോയതല്ല, അവർക്ക് ഗ്യാപ്പ് ഇയർ ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യമുണ്ട്. ഒരു വർഷത്തേക്ക് അവരുടെ +2 ശേഷം അവർക്ക് ഒരു വർഷത്തേക്ക് ജോലി മേഖലകളിലേക്ക് പോകാനായിട്ട് പോകുന്നതിന് മുൻപായിട്ട് അവർക്ക് ഒരു വർഷത്തേക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ സമയത്തേക്ക് നമ്മളുടെ ഇവിടുത്തെ കോളേജുകളിലേക്ക്, സ്കൂളുകളിലേക്ക് ഈ ഗ്യാപ്പ് ഇയറിന് വരുന്ന ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവർക്ക് തുച്ഛമായ ഒരു വേതനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉണ്ടാകും എന്നുള്ളതും നല്ല കാലിബർ വളർത്തുവാനുള്ള ഒരു അവസരമാണെന്നും എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം അനുഭവിക്കുന്ന ഒരു കാര്യം, യുവാക്കളായാലും മുതിർന്നവരായാലും കുഞ്ഞുങ്ങളായാലും ഇപ്പം അനുഭവിക്കുന്ന ഒരു വലിയൊരു ദോഷം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐസൊലേഷൻ, ഒരു ഏകാന്തതയാണ്. മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായിട്ട് അല്ലെങ്കിൽ ബന്ധക്കാരുമായിട്ട് അല്ലെങ്കിൽ അയൽവാസികളുമായിട്ടും ഒരു ബന്ധമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ്. കുട്ടികൾക്ക് 1, 2, 3 കൂട്ടുകാർ, യൂസ് ആൻഡ് ത്രോ, അതാണ് ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ഒരു തീരുമാനം. അതിന് ഒരു മാറ്റം ഉണ്ടാക്കണം എന്നുള്ള ഒരു അഭിപ്രായവും നിങ്ങൾ മുഖാന്തരം, ഞാൻ ഒരാള് കിടന്ന് ബഹളം വെക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് നിങ്ങളുടെ സഹകരണം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള എൻ്റെ ഒരു ഉറപ്പാണ്. പിന്നെ നമ്മൾ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന വാക്കിന് ഞാൻ എതിരാണ്. കാരണം നമ്മളിവിടെ ഇപ്പോൾ അന്യ സംസ്ഥാനക്കാര് ഒത്തിരി പേർ ജോലി ചെയ്യുന്നു. ആ ജോലി മേഖലകളെല്ലാം നമ്മളുടെ കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിലിനായിട്ട് പോകുന്നുണ്ട്. ഇവിടെ എന്താണോ, ഏത് തൊഴിലിനാണോ കൂടുതൽ സ്കോപ്പ് ഉള്ളത് ആ തൊഴിലിലേക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളെ നല്ല ട്രെയിനിങ് കൊടുത്ത് ആ മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റിന് ഒരു നല്ല കുറവുണ്ടാകും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഇനി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മിഷൻ ലേണിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് വളരെയധികം തൊഴിൽ മേഖലകൾ നമ്മൾക്ക് ജോലിക്ക് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് പോകാൻ പറ്റാത്തതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ടീച്ചിങ് പ്രൊഫഷൻ, ഒരു നല്ല ശതമാനം കോഴ്സുകൾക്കും ടീച്ചേഴ്സായിട്ട് ഇനി റോബോട്ടുകൾ വരികയാണ്. അപ്പോൾ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിന് നല്ല സ്കോപ്പ് ഉണ്ടോ? ഇനി ടീച്ചിങ് പ്രൊഫഷൻ പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് തൻ്റെ ജീവിതം നയിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മളെ കുഞ്ഞുങ്ങളെ കൊണ്ട് മാതാപിതാക്കളുടെ സഹകരണത്തോടുകൂടി, ഗുരുഭൂതരുടെ സഹകരണത്തോടുകൂടി നമ്മൾ ഒരു തീരുമാനം എടുക്കുവാനായിട്ട് നമ്മൾ സന്നദ്ധമാകും. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ഏറ്റവും വലിയ കൃഷി എന്ന് പറയുന്നത് നമ്മളെ മക്കളാണ്. നമ്മൾ റബ്ബർ കൃഷിയോ നെൽകൃഷിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അതിൻ്റെ അകത്തൊരു പരാജയം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി മാറ്റിവെക്കാം. പക്ഷെ നമ്മളെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനം. നമ്മളെ കുഞ്ഞുങ്ങൾ മോശമായ ഒരു അവസ്ഥയിലേക്ക്, ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം വന്നിട്ട് ഭയങ്കര അപകടകരമാണ്. അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഈ വേദിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതിനൊക്കെ ഒരു കുറവുണ്ടാകണം എന്നുണ്ടെങ്കിൽ നല്ല കൗൺസിലേഴ്സിന്റെ അടുത്ത് കൗൺസിലിംഗ് നടത്തുകയും മാതാപിതാക്കൾ നിശ്ചയമായിട്ടും മാസത്തിലൊന്നെങ്കിലും ഗുരുഭൂതരെ പോയി കാണുകയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാർ ആരൊക്കെയാണ് എന്നുള്ള മനസ്സിലാക്കുകയും അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്, മാതാപിതാക്കൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരും. അതുപോലെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ശിക്ഷണം. മാതാപിതാക്കളും ഗുരുജനങ്ങളെ ശിക്ഷിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ കാണുന്നുണ്ട്, ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല, പോലീസ് യാതൊരു മര്യാദയും ഇല്ലാതെ നമ്മളെ ഇവിടുത്തെ യുവാക്കളെ തല്ലുന്നത്. അവരൊക്കെയാണ് നാളെ നമ്മളുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിൽക്കേണ്ട ആൾക്കാരാണ് അവര്. ഇങ്ങനെ രാഷ്ട്രീയത്തിനും പൊതുപ്രവർത്തനത്തിനും പോകാത്ത കുഞ്ഞുങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. ആ വിദേശ രാജ്യങ്ങളിൽ ആ രാജ്യത്തിന്റെ അസറ്റായിട്ട് അവർ മാറുകയാണ്. പോയവരാരും തിരിച്ചു വരികയല്ല, ബഹുമാനപ്പെട്ട കൗൺസിലേഴ്സ്. അപ്പം നമ്മൾ അതിൻ്റെ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ആശുപത്രികളിലാണ് റിസപ്ഷൻ, അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഈ എക്സ്റേ ഡിപ്പാർട്ട്മെന്റ് അങ്ങനത്തെ ഭാഗങ്ങളിലേക്കൊക്കെ ഉള്ള ട്രെയിനിങ് എടുക്കുന്നവർ, നല്ല കഴിവുള്ളവർ, അല്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ
എന്ന് പറഞ്ഞാൽ ഈ റോബോട്ടുകൾക്ക് വേണ്ട ചിപ്പുകളും ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് ഉൾപ്പെടെ അവർ വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ അവർക്ക് ഒരു ജോലിയിൽ ഒരു ക്ഷീണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടാകും. അതുപോലെ തന്നെ ഇപ്പം തന്നെ വീടുകൾ 3 സെന്റിലും 5 സെന്റിലും ഒക്കെ ആയിട്ട് വീടുകൾ വന്നതിനാൽ നമ്മളുടെ പറമ്പുകളിലുള്ള വൃക്ഷങ്ങളുടെ എണ്ണം കുറഞ്ഞു. അത് കാരണം ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോയിട്ടുണ്ട്. ഓക്സിജൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളിപ്പം ട്രീസ് ഇൻ ലിക്വിഡ് ഫോം എന്ന് പറഞ്ഞാല് ജലത്തിന്റെയും പൊല്യൂട്ടഡ് എയറിനെ ക്ലീൻ ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. അതിന് നോ റൂട്ട്സ്, അതിന് വേരുകളോ ഇലകളോ ഇല്ലാത്ത ഒന്ന്. മൈക്രോലീഗും വെള്ളവും ചേർത്ത് വെക്കുന്ന ഒരു സാധനത്തിലൂടെ അതിൽ നിന്നും പൊല്യൂഷനെ നീക്കിക്കളയുവാനുള്ള കഴിവ് ആ കൂട്ടിന്, ദ്രവ കൂട്ടിന് ഉണ്ട്. അങ്ങനെ ട്രീസിന് പകരമായിട്ട് ഈ ലിക്വിഡ് ഫോം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് റെയിൻ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് നല്ല ട്യൂഷന് വേണ്ടിയിട്ട് ഇന്നിപ്പം ട്യൂഷൻ ആപ്സ് ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വായനയിലേക്ക് നമ്മൾ കൂടുതൽ ആകർഷിപ്പിക്കണം. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും കണ്ണിനും തലച്ചോറിനും വളരെയധികം കേടുകൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ ബ്ലോഗ് ബുക്സ് ഉണ്ട്, ഇ ബുക്സ്, അങ്ങനെ വളരെയധികം സാധനങ്ങൾ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വിജ്ഞാനപ്രദമാക്കുവാനായിട്ട് വളരെയധികം സാധനങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന സമയം ഇപ്പം തീർന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട എൻ്റെ കൗൺസിലേഴ്സിന് എന്നോട് ചോദ്യം ചോദിക്കാം. ഞാൻ അതിന് തക്കതായിട്ടുള്ള മറുപടി എൻ്റെ എളിയ അറിവ് വെച്ചുകൊണ്ട് ഞാൻ തന്നുകൊള്ളാം. ബാക്കി കാര്യങ്ങൾ പിന്നാലെ തരാം. എന്തായാലും ഒരു 3-4 മണിക്കൂർ സംസാരിക്കേണ്ട ഒരു കാര്യം ബ്രീഫായിട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ എനിക്ക് നേരിട്ടിട്ടുണ്ട്. അത് കാരണം സദയം ക്ഷമിക്കുക. സമയമുണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊരു ക്ലാസ് ഞാൻ എടുത്തോളാമായിരുന്നു. ഹാവ് എ നൈസ് ഡേ. സംശയങ്ങൾ ചോദിക്കാം. താങ്ക് യു. ബഹുമാനപ്പെട്ട നജ്മുദ്ദീൻ സാർ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ സമയം ക്രമീകരിക്കേണ്ട കാര്യമുണ്ടല്ലോ, അത് കാരണം ഞാൻ വേഗം ബ്രീഫ് അപ്പ് ചെയ്യുകയാണ് ചെയ്തത്. താങ്ക് യു സർ. താങ്ക് യു. വളരെ മനോഹരമായിട്ടാണ് സാർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാർ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു കൺസൾട്ടൻസി സർവീസ് ആണ്. പ്രൈവറ്റ് ജോബിന്റെ മേഖല, കേരളം കണ്ണൂരും എറണാകുളത്തുമായിട്ട് ആൾക്കാർക്ക് ജോബിന്റെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ചെയ്യുന്നത്. സാർ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഇനി ഒരു ഇൻഡസ്ട്രി റെവല്യൂഷൻ വരുന്നത് ഈ പറഞ്ഞ IT ശക്തമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബ്ലോക്ക് ചെയിനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ പറഞ്ഞ ഈ കാര്യങ്ങൾ കാരണം സാറേ റേഞ്ച് ഒന്ന് പോയി എന്ന് തോന്നുന്നു. ടീച്ചേഴ്സിനൊക്കെ ആയിരുന്നു, യങ്സ്റ്റേഴ്സ് B.Ed ഒക്കെ കഴിഞ്ഞ പാടുള്ള ആൾക്കാർ ആ രീതിയിൽ വരുന്നവർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു മാസം ഒരു സബ്ജക്ട് ഒരു പ്രാവശ്യം ക്ലാസ് എടുത്താൽ മതി. ഇതേപോലെ റെക്കോർഡ് ചെയ്ത അത് ട്യൂട്ടോറിയൽ ആയിട്ട് അവിടെ കിടന്നോളൂ. പിന്നെ മാഷ് ആ സബ്ജക്ട് എടുക്കണ്ട. സൈലോ ആയിക്കോട്ടെ മറ്റുള്ള എല്ലാ ട്യൂഷൻ ആപ്സും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോ ഇനി അങ്ങോട്ട് സാറ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോയായിരുന്നു, കുറച്ചും കൂടി ഡീറ്റെയിൽ സാറേ റേഞ്ച് ഒരു അല്പം കുറഞ്ഞു പോയിട്ടുണ്ടല്ലോ സാറേ. ഒന്നുകൂടെ റേഞ്ച് ഉള്ളിടത്തോട്ടൊന്ന് മാറാവോ? അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ നേവി, മിലിറ്ററി, എയർഫോഴ്സിലേക്ക് കമ്മീഷൻഡ് ഓഫീസർ ആക്കാനായിട്ട് BBA, BCA, BCom വിത്ത് കമ്മീഷൻഡ് ഓഫീസേഴ്സ് ട്രെയിനിങ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒറ്റ കോളേജേ ഉള്ളൂ. അത് നേവിയുടെയും മിലിറ്ററിയുടെയും എയർഫോഴ്സിന്റെയും ഓഫീസേഴ്സ് തന്നെയാണ് അവർക്ക് ക്ലാസ് കൊടുക്കുന്നത്. അപ്പോൾ 6th സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ 3 വർഷമാണല്ലോ BBA, BCA, BCom. ആ 6th സെമസ്റ്റർ കഴിയുമ്പോൾ തന്നെ നേവിയിലേക്കും മിലിറ്ററിയിലേക്കും എയർഫോഴ്സിലേക്കും കയറി പോകാനുള്ള ഒരു അവസരം നമുക്ക് കൊടുക്കാം. 22 കേഡറിലുള്ള കോളേജ് കർണാടകത്തില്ല സാറേ. അഡ്മിഷൻ കൊടുക്കേണ്ട നമുക്ക് ഫുൾ ഓതറൈസേഷൻ ആണ്. അതിപ്പം തന്നെ കൊടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ സാറ് പറഞ്ഞപ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങൾ ഓർക്കുന്നത് ഞാൻ അങ്ങോട്ട് പറയുകയാണ്. അപ്പം
ഇപ്പം കുഞ്ഞുങ്ങള് ഇപ്പോൾ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു കരിയർ കൗൺസിലറെ അടുത്ത് ഈ കുഞ്ഞുങ്ങളെ വിടുക, അവരുടെ കഴിവുകൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മിയാറ്റിന്റെ ടെസ്റ്റ് ഒന്ന് നടത്തി കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ കഴിവ് ഏത് തരത്തിലാണുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ അതിനെ പറ്റി ഏറ്റവും നല്ലൊരു കോളേജിലേക്ക് നമ്മളെ മാതാപിതാക്കൾക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും നല്ല കോളേജിൽ തന്നെ സീറ്റ് ബുക്ക് ചെയ്യാം. ഫസ്റ്റ് ഇയറിന്റെ +1 മാർക്ക് ലിസ്റ്റ് വെച്ചോണ്ട് നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. കരിയർ കൗൺസിലിംഗ് അല്ലെങ്കിൽ സാർ പറഞ്ഞ പോലെ തന്നെ കരിയർ കൗൺസിലിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് മിനിമം ഒരു UP ക്ലാസ്സിൽ, അതായത് 7th ആകുമ്പോഴത്തേക്കെങ്കിലും ചെയ്യണമെന്നാണ് എനിക്ക് പൊതുവെ നമ്മളെ പോലുള്ള ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്. സാറേ അതാണ് കറക്റ്റാണ്. നമ്മളിപ്പം കതിരേൽ വളം വെക്കുകയാണ്. 8ാം ക്ലാസ്സിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രേമത്തിനോ ഡ്രഗ്സിനോ ഒന്നും പോവുകയില്ല. അവർക്ക് നമ്മൾ നല്ല സ്വപ്നങ്ങൾ കൊടുക്കുക. 10ാം ക്ലാസ് ആയി കഴിയുമ്പോഴത്തേക്ക് അവൻ അല്ലെങ്കിൽ അവൾക്ക് ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ, ബയോമാത്സ് ആണോ, ബയോ കമ്പ്യൂട്ടർ ആണോ, ബയോ ഹോം സയൻസ് ആണോ, ഏതാണ് എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതനുസരിച്ച് പോയി കഴിയുമ്പോൾ അവന് ഡ്രീമായി അല്ലെങ്കിൽ അവൾക്ക് ഡ്രീമായി. അത് കഴിഞ്ഞ് +2 കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇനി പുതിയതായിട്ട് ഏതെങ്കിലും കോഴ്സുകളുണ്ടോ, ഏതെങ്കിലും എനിക്ക് ഉപദേശം തരാനുണ്ടോ, വെറും 2 മിനിറ്റ് അല്ലെ 3 മിനിറ്റ് കൊണ്ട് അടുത്ത കോഴ്സിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത് ഇനി ആ കുഞ്ഞ് 1, 2, 3 വിഷയത്തിന് തോറ്റിട്ടുണ്ടെന്നുണ്ട് സേ എന്ന് പറയുന്ന പരീക്ഷ എഴുതുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ സീറ്റ് അവിടെ സെക്യൂർ ആണ്. ഇനി ഇൻ കേസ് തോറ്റുപോയി കഴിഞ്ഞാൽ അവർ ഈ കോളേജിന് വരുന്ന ഒരു ചെലവ്, ഒരു ചെറിയൊരു തുക കഴിച്ച് ബാക്കിയുള്ള പൈസ ഇവർക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. ഇനി സാറ് ഈ ചോദിച്ച ചോദ്യത്തിന് വളരെയധികം നല്ലൊരു ഉത്തരം സാറിന് തരാം. ഒരു കോളേജ് വളരെ ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോളേജാണ്. അവിടെ 60% മാർക്കിലെ അഡ്മിഷൻ കൊടുക്കുകയുള്ളൂ എന്ന് കോളേജ് നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞ് ജയിച്ചു 54% മാർക്കുള്ളെങ്കിലും കോളേജ് നമ്മൾക്ക് ഒരു ലെറ്റർ തരുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ തന്നിട്ടുണ്ടെന്നുള്ള ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കൊച്ചിന് അവിടെ പഠിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളുടെ മലയാളികൾക്ക്, നമ്മളെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾക്ക് ചെയ്യാവുന്ന ഏക ഫേവറാണിത്. അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾക്കൊരു കൗൺസിലിംഗ് കൊടുത്തിട്ട് തന്നെ വിടണം. അവരൊന്നും തിരിച്ചു വരികയില്ല. മുമ്പൊക്കെ ആൾക്കാർ ഗൾഫിൽ പോകുന്നത് പൈസ ഉണ്ടാക്കി തിരിച്ച് നാട്ടിൽ, മുൻപൊക്കെ ആൾക്കാർ ഗൾഫിലേക്ക് പോകുന്നത് 18s 16s 2000 വരെയൊക്കെ ആൾക്കാർ ഗൾഫിലേക്ക് പോകുന്നത് തിരിച്ചു വരണം, നാട്ടിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തോടെയായിരുന്നു. ഇപ്പൊ 2020 ശേഷമുള്ള ഒരു സിനാരിയോ, പുറത്തു പോകണം, ഇനി മേൽപോട്ട് നാട്ടിലേക്ക് വരരുത്, നാടുമായിട്ട് ഇനി ഒരു ബന്ധവും വേണ്ട. ഇതാണ് കുട്ടികളുടെ കൺസെപ്റ്റ്. മനുഷ്യൻ മടുത്തു സാറേ, ഹൈസ്കൂൾ മനുഷ്യൻ മടുത്തു, പിള്ളേര് മടുത്തു. പിള്ളേരിപ്പം നല്ല ശ്വാസം വലിക്കുന്നില്ല. ഒരു പ്രസ്ഥാനം ഇവർ ഈ കുഞ്ഞുങ്ങൾ പത്രത്തിൽ കാണുന്നത് എന്താണ്? നമ്മളെ ഭരിക്കുന്ന ആൾക്കാരെല്ലാം മോശമായിട്ട് പെരുമാറുന്നു. ഒരു തൊഴിൽ തുടങ്ങാനായിട്ട്, ഒരു ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട്, ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ഇവിടെ അതിനുള്ള ഒരു അന്തരീക്ഷം കിട്ടുന്നില്ല. ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് ഒരാൾ കയറി കഴിഞ്ഞാൽ അവര് നമ്മളുടെ ഈ സാധാരണ ജനത്തിന്റെ ശത്രുവായിട്ടാണ് അവർ നിൽക്കുന്നത്. പിന്നെ അവരൊരു യൂണിയനിലേക്ക് അങ്ങ് ചേരുകയാണ്. പിന്നെ ഒരു കറപ്ഷൻ മാത്രമേ അവർക്കുള്ളൂ. ഇത് കണ്ടോണ്ടായി കുഞ്ഞുങ്ങൾ വളരുന്നത്. സാർ ഒരു കാര്യം ഓർക്കുക, മാതാപിതാക്കൾ തമ്മിൽ ഭയങ്കര അടി ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങൾ നന്നാവുമോ? നമ്മളെ സർക്കാർ ഇങ്ങനെ കാണിക്കുന്ന, അല്ലെ ഗവൺമെന്റിന്റെ സ്റ്റാഫ് ഇങ്ങനെ കാണിക്കുന്ന കാരണം കുഞ്ഞുങ്ങൾ ഫെഡപ്പാണ്. ഇതൊന്നും നമുക്ക് ഈ കൗൺസിലേഴ്സിന് ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാവുന്നേ ഉള്ളൂ. വല്ലാത്തൊരവസ്ഥയിലാണ് എല്ലാവരും, ശ്വാസം മുട്ടിയാണ് നിൽക്കുന്നത്. സാറ് മാത്രമാണ് ഈ ഓപ്പണായിട്ട് ഇത് സംസാരിച്ചത്. ഞാൻ സ്കൂളുകളിൽ ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളോട് ഇത് പറയാറുണ്ട്. ആൺകുട്ടികളോടായാലും പെൺകുട്ടികളോടായാലും അവരെ മാറ്റിയിരുത്തിക്കൊണ്ട് ഒരു കുടുംബജീവിതത്തിന്റെ സ്വപ്നങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോഴത്തെ യുവതലമുറ കല്യാണം കഴിക്കാൻ പോലും താല്പര്യമില്ല. എസ്പെഷ്യലി പെൺപിള്ളേർ മാരീഡ് ലൈഫിനെ പറ്റിയേ ആലോചിക്കുന്നില്ല. അവർക്ക് ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി എന്നാ പറയുന്നത്. വളരെ സങ്കടത്തോടു കൂടിയാണ് സാർ ഇത് പറഞ്ഞ കാരണം ഞാൻ തിരിച്ചു പറഞ്ഞതേ ഉള്ളൂ. സാർ ഗുഡ് ആഫ്റ്റർനൂൺ സാർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. സാറേ പറഞ്ഞോളൂ, സാറേ ചോദിച്ചോളൂ. സാറിന്റെ ക്ലാസ് വളരെ ബ്രോഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു, ഒത്തിരി ജനറൽ ആയിട്ടുള്ള അവയർനെസ് കിട്ടി. ഇറ്റ്സ് ഗുഡ്. താങ്ക് യു സാർ. എന്റെ ഒരു സംശയം എന്ന് വെച്ചാൽ, സാർ മിയാറ്റിന്റെ കാര്യം പറഞ്ഞു, മൾട്ടിപ്പിൾ
ഇന്റലിജൻസ് ആപ്റ്റിറ്റ്യൂഡ്. അതെ അതെ സർ, അതെ. ഈ മിയ ടെസ്റ്റ് ശരിക്കും നമ്മൾ ആസ് എ കരിയർ കൗൺസിലറിന്റെ പെർസ്പെക്റ്റീവ് ഇല്ല, നമ്മൾ ആ ഒരു മിയ ടെസ്റ്റ് സാർ അത് ഏത് ടെസ്റ്റ് പാറ്റേൺ ചൂസ് ചെയ്യണം, വിച്ച് ഇസ് ദ ബെസ്റ്റ്, അതിനെപ്പറ്റി സാർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. കാരണം ഇത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണോ? ഇപ്പൊ ഞങ്ങളെ ഇപ്പോഴുള്ള ഒരു കരിയർ കൗൺസിലേഴ്സിന് ഇത് ഒരു പെയ്ഡ് സർവീസ് ആണ് കൂടുതലുള്ളത്. അല്ലാതെ അങ്ങനെയാണെങ്കിൽ പെയ്ഡ് സർവീസ് ആണെങ്കിൽ തന്നെയും അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മിയ ടെസ്റ്റ് ഏതായിരിക്കും? സൈക്കോമെട്രിക് ടെസ്റ്റ്. അതിന് അതിനെപ്പറ്റി ഒരു ജസ്റ്റ് ഒരു അവയർനെസ് തന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ബിക്കോസ് സാർ ഇതിനകത്തൊരു വലിയ ഡെപ്ത് ഉള്ള ഒരാളാണ്, കാരണം ഇത്രയും വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നു. അപ്പം അതുപോലെ തന്നെ ഈ മിയ ടെസ്റ്റ് ഏതൊരു ഏജിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം? 10th ആണോ അതോ 12th ആണോ? സാർ ഇപ്പം പറഞ്ഞ നമുക്കൊരു 7th സ്റ്റാൻഡേർഡ് മുതൽ കുട്ടികളെ അസസ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ വി ക്യാൻ ബെസ്റ്റ് ട്യൂൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു 7th സ്റ്റാൻഡേർഡിൽ സ്റ്റാർട്ട് ചെയ്യണോ അതോ മിയ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരുവം അല്ലെങ്കിൽ ആ ഒരു എപ്പോഴായിരിക്കും? അതിനെപ്പറ്റി ജസ്റ്റ് സാറിന്റെ ആ ഒരു ഡൊമൈൻ നോളജ് വെച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്ഫുൾ. താങ്ക് യു വെരി മച്ച് സാറേ. ഇത് 8ാം ക്ലാസ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾക്ക് മിയ ടെസ്റ്റിന് നമ്മൾക്ക് അപ്ലൈ ചെയ്യാം. 5000 രൂപയാണ് അതിന് വരുന്ന ചെലവ്. 5000 രൂപ നമ്മൾ ഇതിന്റെ കമ്പനിയിലേക്ക്, ഗ്ലോബ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് നമ്മൾ അയച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ നമുക്കൊരു കോഡ് തരും. ആ കോഡ് വെച്ചിട്ട് നമ്മൾ ഇന്റർനെറ്റുള്ള ഏതെങ്കിലും കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിലോട്ട് ഇരിക്കുക. അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇന്ത്യയിലുള്ള ഏത് ഭാഷ പ്ലസ് ഇംഗ്ലീഷ്, ഏത് ഭാഷയിലാണ് നിങ്ങൾക്ക് ചോദ്യം തരേണ്ടത് എന്നുള്ളത് അവർ ചോദിക്കും. ചോദിച്ചു കഴിയുമ്പോഴത്തെ നമ്മൾ മലയാളമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ മലയാളത്തിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. ഇതിന്റെ അവസാനം നമ്മൾക്ക് ഇതിന്റെ 33 പേജിൽ വരുന്ന ഭാഗം മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മൾക്ക് ആ കമ്പനി തരുന്നുണ്ട്. അത് 33 പേജിൽ ആദ്യത്തെ പേജ് യുവർ പേഴ്സണാലിറ്റി ആസ് എ ലീഡർ, ഹൗ യു ബിക്കം എ ലീഡർ, യുവർ ബ്രെയിൻ മാപ്പ്, അബൌട്ട് യുവർ പേഴ്സണാലിറ്റി, your major strength, your major weakness, how well you can use your personality. കേൾക്കാമോ സർ? ഹലോ, your dark side, your life, student profile, learning capacity, skills, your learning skill, improve your exams, your high school, you as a high school student, outside classroom, your social platform, your graduation, you as a college student, your friends, you as a friend, professional profile, suitable career, inspection and design, enforcement, education, suitable jobs, entrepreneur, workplace habit, behavior as colleague, behavior as manager, behavior as subordinate. ഇങ്ങനെയെല്ലാം വിശദമായിട്ട് 33 പേജുകളിലായിട്ട് നമ്മൾക്ക് ഒരു കുട്ടിയുടെ വിവരങ്ങൾ കിട്ടുകയാണ്. ഇത് 2 തരത്തിലുള്ള ആൾക്കാർക്ക്, 3 തരത്തിലുള്ള ആൾക്കാർക്ക് ഇത് ഗുണം ചെയ്യുന്നുണ്ട്. ഒന്ന്, ആ കുട്ടിക്ക് അവനിലുള്ള വീക്ക്നെസ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പേരൻസിന് എന്തെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവനെ ഒരു നല്ല ഒരു മകനായിട്ട് അഭിമാനത്തിന്റെ ഒരു പൊൻതുവൽ അവന് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഗുരുഭൂതര് അവന്റെ കാലിബർ എന്ത്, അവന്റെ സ്വപ്നങ്ങൾ എന്ത് എന്ന് കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അതിനൊത്ത വഴികൾ കാണിച്ചു കൊടുക്കാനായിട്ട് ഗുരുഭൂതർക്ക് സാധിക്കുന്നുണ്ട്. ഇത് അങ്ങനെ 3 തരത്തിലും ഒരു കുഞ്ഞിന്റെ ജീവിതത്തിന് ഈ 5000 രൂപ ഫലപ്രദമാണ്. ഇനി സാറ് ചോദിച്ചതിന് അടുത്ത ഒരു ഉത്തരം കൂടെ പറയുകയാണ്. ഇനി സാറിന്റെ മകൻ എഞ്ചിനീയറിംഗില് ഇപ്പം കമ്പ്യൂട്ടറോ ഏതെങ്കിലും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ ബ്രദറോ സിസ്റ്ററോ റിലേറ്റീവോ നെയ്ബറോ ഏതെങ്കിലും ഒരു വ്യക്തി അവന്റെ ഉള്ളിൽ അല്ലെ അവളുടെ ഉള്ളിൽ താല്പര്യമുള്ള ഒരു കോഴ്സിന് പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് അന്നേരം തന്നെ ഞാൻ പഠിക്കുന്ന വിഷയത്തിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഡിസ്കണ്ടിന്യൂ ചെയ്യും. അവന്റെ 1 വർഷം 2 വർഷം അവനെ നഷ്ടപ്പെടുകയാണ്. മോർ ദാൻ ദാറ്റ് കോളേജിന് ഒരു നഷ്ടം കൊടുത്തു കഴിഞ്ഞാൽ കോളേജിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടുള്ളൂ.
മോർ ദാൻ ദാറ്റ് ആ കുഞ്ഞ് 1 വർഷം അല്ലെ 2 വർഷം ജൂനിയർ ആയിട്ട് പഠിച്ച കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കേണ്ടതായിട്ട് വരുന്നു. മോർ ദാൻ ദാറ്റ് അവന്റെ സീനിയോറിറ്റി പോകുന്നു, അവന്റെ ശമ്പളത്തിൽ കുറവ് വരുന്നു, അവന്റെ ജീവിതത്തിൽ അവന് ഒരു സുഗമമായ ഒരു പാത നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാതെ വരുന്നു. ഇതൊക്കെയാണ് സാറേ മിയാറ്റിന്റെ ഒരു ഗുണം പറയാനുള്ളത്. ഓക്കെ സാർ, പറഞ്ഞോളൂ സാർ. ഓക്കെ താങ്ക് യു സാർ. അതുപോലെ തന്നെ സാറിന്റെ കോണ്ടാക്ട് നമ്പർ തന്നെയാണെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ സാറിന് ഭയങ്കര ഒരു ഈ ഫീൽഡിൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ്ഡ് ആളാണ്. അപ്പം സാറിനെ ഒന്ന് സാറിന്റെ നമ്പർ ഒന്ന് തരികയാണെങ്കിൽ വി ക്യാൻ കൺസൾട്ട് യു. നജൂദ്ദീൻ സാറ് ആണോ തരേണ്ടത് അതോ എനിക്ക് തരാൻ പറ്റുമോ? സാർ നജൂദ്ദീൻ സാർ എങ്ങനെയാണ്? സാർ കൊടുത്തോളൂ സാർ, ഒരു കുഴപ്പമില്ല. വേറെ കൊണ്ട് എന്ത് കാര്യം ചെയ്യാം. സാറേ എന്റെ വാട്സപ്പിൽ എനിക്ക് 3 നമ്പറുകളാണ് ഉള്ളത്. 3 നമ്പറുകളിലും സാറിന് വാട്സപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും വാട്സപ്പ് ചെയ്യാം. എന്റെ നമ്പറുകൾ വേണം നോട്ട് ചെയ്തോളുക. 77 36 36 14 14 111 111 5. 5. ഓക്കെ. അടുത്തത് 77 77 36 36 2 2 11 11 225. 225. അടുത്തത് 944 944 7231 7231 445. 445. ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു. ഇതിലേക്ക് സാറ് മെസ്സേജ് അയച്ചു കഴിയുമ്പോഴത്തേക്ക് ഞാൻ എന്റേതായിട്ടുള്ള കുറെ അധികം ഡീറ്റെയിൽസ് സാറിന് തന്നോളാം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സാർ. സാറേ ആർക്കും സംശയങ്ങളില്ലേ? ആരും സംശയങ്ങൾ ചോദിക്കുന്നില്ല. ഡിയർ മെമ്പേഴ്സ്, നമുക്ക് ശരൺ സാറിനെ പോലെ ഒരാളെ ഇന്ന് കിട്ടിയത് ഒരു വലിയൊരു ലക്കിൽ കിട്ടിയതാണ്. അപ്പോ സാധാരണ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തായാലും അദ്ദേഹം വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരുപാട് മെമ്പേഴ്സ്, എത്ര പേര് ഇപ്പൊ നമുക്കിപ്പോ ഇന്ന് പാർട്ടിസിപ്പൻസ് ആയിട്ടുണ്ട്. ഇപ്പൊ 15ഓളം പേരുണ്ടായിരുന്നു. ഇപ്പൊ ഒരു 11 പേരെ കാണിക്കുന്നുണ്ട്. നിങ്ങള് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരട്ടെ, അപ്പോഴാണ് നമ്മുടെ ചർച്ച കുറച്ച് ലൈവ് ആയിട്ട് പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. സമയമുണ്ട്, ഒരു 15 മിനിറ്റ് കൂടി സമയം നമുക്ക് എടുക്കാൻ. സാറേ നമ്മൾ ഒന്നായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കേരളം ഒരു നല്ല നാടായിട്ട് മാറും. ഇപ്പം ഇവിടെ നമ്മളെ കേരളത്തിലുള്ള കുഞ്ഞുങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. അവരാരും തിരിച്ചു വരികയില്ല. ഗൾഫ് രാജ്യത്തേക്ക് പോകുന്നവർ തിരിച്ചു വരുമായിരിക്കും, ബാക്കിയുള്ള ഒരിടത്തൊന്നും തിരിച്ചു വരികയില്ല. നമ്മളുടെ ഇവിടെ നല്ല സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. സിവിൽ സർവീസിലേക്ക് നല്ല കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. ഇന്ത്യൻ മിലിറ്ററി, നേവി, എയർഫോഴ്സിലേക്ക് കയറ്റിവിടാം. അതുപോലെ നമ്മൾ ഈ PSC ടെസ്റ്റിനെക്കാട്ടും നല്ല UPSCയുടെ നല്ല ടെസ്റ്റുകളുണ്ട്. 8ാം ക്ലാസ് പഠിച്ചു കഴിയുമ്പോൾ മുതൽ നമ്മൾക്ക് ടെസ്റ്റ് എഴുതാണ്ടതാണ്. അന്നേരം ജോലി മേഖല വളരെ താഴ്ന്നതായിരിക്കും. 8ാം ക്ലാസ്, 10ാം ക്ലാസ്, 12ാം ക്ലാസ്, ഡിഗ്രി അങ്ങനെ പോകുന്നുണ്ട്. ആരും ഒന്നും ചോദിക്കുന്നില്ലാത്തതിനാൽ ഞാൻ BBA, BCA, BCom വിത്ത് കമ്മീഷൻഡ് ഓഫീസേഴ്സിന്റെ ഒരു കാര്യം പറയാം. ആ കോഴ്സിന് പോയി കഴിഞ്ഞാൽ വേറെ ചില ഗുണങ്ങളും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് മിലിറ്ററിയിൽ, നേവിയിൽ, എയർഫോഴ്സിലും പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, മടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ്, എക്സൈസ്, ഫോറസ്റ്റ്, ബോർഡർ സെക്യൂരിറ്റി ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം നമുക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് 100% ഉറപ്പോടുകൂടി നമുക്ക് കയറി പോകാൻ പറ്റും. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പോകാവുന്നതാണ് ഇന്ത്യൻ മിലിറ്ററി, നേവി, എയർഫോഴ്സ്. സാർ എന്റെ പേര് ജോബിൻ എന്നാണ്. സാർ പറഞ്ഞോളൂ സാർ. ഇപ്പൊ പറഞ്ഞ ഈ കോഴ്സ് നമുക്ക് എവിടെയൊക്കെ അവൈലബിൾ ആണ്, അതിന്റെ ഒരു ഡീറ്റെയിൽ കിട്ടാൻ? ഇന്ത്യയിൽ ഒറ്റ കോളേജേ ഉള്ളൂ സാർ. ഇന്ത്യയിൽ ഒറ്റ കോളേജേ ഉള്ളൂ. ഇറ്റ് ഈസ് ഇൻ കർണാടക. ഇൻസ്റ്റിറ്റ്യൂട്ട് പേര്? ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഒരു മിനിറ്റിൽ ഞാൻ സാറ് സംസാരിച്ചു, ഞാനത് ഓർത്തെടുത്തോളാം. ഓക്കെ സാർ. അതുപോലെ അവിടെ ഏത് എൻട്രൻസ് ബേസ്ഡ് ആണോ അത്? സാറേ നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ കൊടുക്കാം. എൻട്രൻസ് നമ്മൾ എഴുതാതെ നമുക്ക് അവിടെ അഡ്മിഷൻ തന്നേക്കാം. അതിപ്പം തന്നെ കയറി അപ്പിയർ ചെയ്തോളാം. 45 സീറ്റ് വെച്ചേ ഉള്ളൂ. BBA, BCA, BCom. ഓക്കെ. നമസ്കാരം സാർ. മാഡം ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ മാഡം.
സാറിന്റെ നാട്ടുകാരിയാണ്, കോട്ടയം മറങ്ങാട്ടുപള്ളിക്കാരിയാണ്. കോട്ടയത്ത് എവിടെയാ മാഡം? ലേബറിന്റെ അടുത്ത്. മരങ്ങാട്ടുപള്ളി. ആ. ആ, ജോർജ് സാറൊക്കെ എന്റെ ഇന്നും ജോർജ് സാറ് എന്റെ മനസ്സിലെ വലിയ ആളാണ്. ഓക്കെ, നമ്മുടെ അയൽവാസികളാണ്. ഞാൻ ചരിത്രത്തില് ഗവേഷണം ചെയ്യുന്നു. സാർ, എന്റെ ചോദ്യം ഇതാണ്. ഇപ്പൊ നമ്മുടെ ഒരു 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അല്ലെങ്കിൽ ഒരു നോളജ് എക്കോണമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ കോഴ്സുകളും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉപരിപഠന ആവശ്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ IT കണക്റ്റഡ് സബ്ജക്റ്റിലേക്ക്, സ്കിൽ ബേസ്ഡ് ഇതിലേക്ക് മൂവ് ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ പരമ്പരാഗത സബ്ജക്റ്റുകളിലെ ചരിത്ര വിഷയങ്ങള്, നമ്മുടെ ഭാഷാ വിഷയങ്ങള്, അവയുടെ ഒരു റിഫോർമേഷൻ എങ്ങനെയായിരിക്കും നമ്മള് ചെയ്യുന്നത്? അതിനെ കുറിച്ചുള്ളൊരു പൊതു എന്താണ്? അല്ല, മാഡത്തിന്റെ ഒരു സ്വപ്നം കൂടെ ഒന്ന് പറയാമോ? എന്റെ കരിയറിലെ ഗോളാണ് സർ. അതെ മാഡം, ഇന്നത്തെ കാലത്ത് നമ്മള് ഒരു ജോലി മനസ്സിൽ കരുതിക്കൊണ്ട് പോയിട്ട് വലിയ കാര്യങ്ങളില്ല. ആ ജോലി മേഖലയിൽ നിന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും ജോലി മേഖലകൾ കൊണ്ട് നമ്മൾ കണ്ടേ പറ്റുള്ളൂ. അത് കാരണമാണ് ഞാൻ മാഡത്തിനോട് എല്ലാവരോടുമായിട്ട് പറഞ്ഞ കോഴ്സിറ, ലിങ്ക്ഡിൻ ഒക്കെ വളരെയധികം 5 പൈസ നമ്മൾക്ക് മുടക്കണ്ട. 5 പൈസ പോലും മുടക്കാതെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഡിപ്ലോമയും സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം. ഇനി ആ സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ടു പേ. അത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് ഒരു കോഴ്സിനും നമ്മൾക്ക് ഇപ്പൊ ഈ B.Ed എടുത്തിട്ട് മാത്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും അധ്യാപനം കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. എല്ലായിടത്തും റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കയറി എല്ലാ വേദികളും, ഇന്ന വേദി എന്നില്ല, എല്ലാ വേദികളും കൈയടക്കിയിരിക്കുകയാണ്. അതാ മാഡത്തിനോട് ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞത്, നമ്മള് ജീവിതത്തിന്റെ അവസാനം വരെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് ഇപ്പം പുതിയതായിട്ടുള്ള എന്നാന്ന് വെച്ചാൽ 6 മാസം എന്തൊരു ജോലിയിലേക്ക് മാഡം കയറിയാലും 6 മാസം കഴിയുമ്പോൾ നമ്മൾ ഒരു ടെസ്റ്റിന് അപ്പിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ടെസ്റ്റിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ 1 മാസ കാലാവധി നമുക്ക് തരികയാണ്. ആ 1 മാസത്തിനുള്ളിൽ നമ്മൾ ആ ടെസ്റ്റ് എഴുതി പാസ്സായിരിക്കണം. ഓക്കെ സാർ, നമ്മൾ കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആയിരിക്കണം അല്ലേ നമ്മുടെ അതെ ഫീൽഡിൽ? അതെ 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 ഒരു ഫീൽഡ് നമ്മൾ സ്വപ്നത്തിൽ കാണുക. ഇപ്പൊ ഇന്ത്യൻ നേവി, മിലിറ്ററി, എയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾക്ക് നിൽക്കാം. അതിൻ്റെ അകത്ത് മേലെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ മിലിറ്ററി ഓഫീസേഴ്സ് തന്നെ അറിയത്തില്ല, രഹസ്യമായിട്ട് നല്ല കാലിബറും നല്ല സ്വപ്നങ്ങളും ഉള്ളവർക്ക് വലിയ വലിയ റിസ്കി ആയിട്ടുള്ള നല്ല ജോബുകൾ കിട്ടുന്നുണ്ട്. അത് ആ മിലിറ്ററിയിൽ ആ കൂട്ടത്തിലുള്ളവർ പോലും അറിയില്ല. എങ്കിൽ അതിൻ്റെ അകത്ത് ഐഡിയലായിട്ട് നിൽക്കുന്നവർ എന്നും ഐഡിയലായിട്ട് നിൽക്കും. മിലിറ്ററി, നേവി, എയർഫോഴ്സ്, പോലീസിലായാലും നമ്മൾക്കിപ്പോ ഒരു അല്ല, മാഡത്തിന് തന്നെ അറിയാം, സിവിൽ സർവീസ്, IAS, IPS, IFS, IRS തുടങ്ങിയുള്ള സിവിൽ സർവീസിൽ കയറിയിട്ടുള്ള ആർക്കും അവരുടെ തൊഴിൽ നിൽക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. എന്നാ വെച്ചാൽ നമ്മൾക്ക് ഇവരെ ഭരിക്കുന്ന മന്ത്രിമാരുണ്ട്. ഇവരെയിട്ടും വല്ലാത്ത വിഷമിപ്പിക്കാവുന്ന സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട്. നമ്മളെ ശ്വാസം മുട്ടിപ്പിക്കുകയാണ്. യാതൊരു മനസാക്ഷിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ മാഡം പോകുന്നത്. അപ്പം നമ്മളെപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തില് ഒരു നല്ല കോഴ്സ് ഇപ്പം പഠിക്കുക, വിദേശ രാജ്യങ്ങളിൽ പോവുക. നമ്മളെ മാതാപിതാക്കൾക്ക് ഒരു അവശത ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ഒരു അവശത വരുന്നു. ആ സമയത്ത് നമ്മൾ തിരിച്ചു വരിക. ആ തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് 35 വയസ്സ് തികഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ സർക്കാർ ജോലിയിലേക്ക് കയറുക. സർക്കാർ ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ജോലി ചെയ്യാവുന്ന ഒരു കോഴ്സ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ എളിയ ഒരു സജഷൻ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നല്ലേ? ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ. ഓക്കെ, ഇനി 5 മിനിറ്റ് കൂടെ ഉണ്ട് കേട്ടോ. 5 മിനിറ്റില് ഒരു ചോദ്യം കൂടെ ചോദിക്കാം, 1 or 2 ചോദ്യം ചോദിക്കാം. അങ്ങനെയൊന്നുമില്ല, ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാം. അനുഷ മേഡം, അനുഷ മേഡൊക്കെ വെറുതെ മടി പിടിച്ചിരിക്കുകയാണ്, ചോദിക്കാൻ മടിയായിട്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്. ചോദിക്കാൻ മടിയായിട്ടല്ല സാർ, എനിക്കൊരു കുഞ്ഞുണ്ട്, അപ്പൊ ബഹളമാണ്, അതാ മൈക്ക് ഓൺ ചെയ്യും. കുഞ്ഞുങ്ങളാകുമ്പോൾ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇതൊക്കെ നമ്മുടെ ഇതിന്റെ ഭാഗമല്ലേ. നമ്മളെല്ലാം ബാലൻസ് ചെയ്യുമല്ലോ. അതിന്റെ പേര് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കരുത്. ചോദിച്ചോളൂ. അവർക്ക് 2 ബിസ്ക്കറ്റ് ഒക്കെ കൊടുക്കുക. ഇല്ലെന്നുണ്ടെന്നെ പറയാം, മുട്ടായി വളരെ മോശമാണ്, അപകടകാരി. എന്നിരുന്നാലും ഒരു മുട്ടായി കൊടുത്തിട്ടായാലും ചോദിച്ചു.
അപ്പൊ ആ മുട്ടായിയെ പിടിച്ചോണ്ടിരുന്നോളും കുഞ്ഞുങ്ങള്. സാർ ഞാൻ ചോദിക്കാൻ വന്നത് കർണാടകയിലെ ഒരു കോളേജിനെ പറ്റി പറഞ്ഞില്ലായിരുന്നോ ഓ സാർ? ഓ അത് പറയാം മാഡം പറയാം. അതിന്റെ പേര് പറയാം. നവ്യ. അതല്ല സാർ, നവ്യ. അതില് സീറ്റ് വാങ്ങി അവിടെ പഠിക്കുന്ന എല്ലാവർക്കും തന്നെ മിലിറ്ററിയിലും നേവിയിലും ഒക്കെ ജോബ് ഷുവർ ആണോ സാർ അത് ആ കാര്യം? മാഡം ഇതിനകത്തുള്ള ഒരു കാര്യം, സിവിൽ സർവീസിന്റെ ഏത് കോളേജാണെന്ന്, സിവിൽ സർവീസ് ഇന്ത്യൻ മിലിറ്ററി, നേവി, എയർഫോഴ്സ് ഏത് കോളേജാണെന്ന് നോക്കി. സാറേ ഇതാണോ നാഷണൽ ഡിഫൻസ് അക്കാദമി ആണോ? അല്ല. NDA അല്ല. ഞാനിപ്പോ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞോളാം. മാഡം ചോദിച്ച ചോദ്യം ഒന്നുകൂടെ പറയാം മാഡം. മാഡം, ഇതിന്റെ അകത്ത് 45 കുഞ്ഞുങ്ങളെയാണ് BBAക്കും BCAക്കും BCOMനും നമ്മൾ എടുക്കുന്നത്. നമ്മൾ ചെറിയ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ 4000 പേര് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷം കമ്മീഷൻഡ് ഓഫീസർ ആകുന്നുണ്ട്. ഈ 45 പേര് അവർക്ക് ചെറിയ മനസ്സിലൊരു താല്പര്യം ഉണ്ടെന്നുണ്ട് അവർ കയറിയിരിക്കും. ഇവരുടെ 5ാമത്തെ സെമസ്റ്റർ കഴിയുന്ന കൂട്ടത്തിൽ ഇന്ത്യൻ നേവി, മിലിറ്ററി, എയർഫോഴ്സിലേക്കുള്ള ടെസ്റ്റ് നടക്കുകയാണ്. 6ാമത്തെ സെമസ്റ്റർ തീരുന്നതിന് മുമ്പ് അവരെ ഇന്ത്യൻ നേവി, മിലിറ്ററി, എയർഫോഴ്സിലേക്കായിട്ട് അവരെ കയറ്റി വിട്ടിരിക്കും. അപ്പം ഡയറക്റ്റ് ആയിട്ട് ഒരൊറ്റ സെക്കൻഡ്, ആ എക്സാമിനേഷന്റെ പേര് തന്നെ പറഞ്ഞേക്കാം. താഴെ പോയിട്ടോ കുട്ടികൾ ഞാൻ പറഞ്ഞായിരുന്നു അല്ലെങ്കിൽ 14,000 രൂപയുടെ ഷോപ്പിൽ 5ാമത്തെ സെമസ്റ്റർ കഴിയുമ്പോ CDS, കമ്പൈൻഡ് സർവീസ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം എഴുതും. അത് ഇന്ത്യൻ നേവി, മിലിറ്ററി, എയർഫോഴ്സിന് മൊത്തം ആയിട്ടുള്ളതാണ്. ഇനി അതല്ല, അവർക്ക് എയർഫോഴ്സ് മാത്രം മതി എങ്കിൽ AFCAT, എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് എഴുതുന്നു. ആ ടെസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് 6th സെമസ്റ്റർ കഴിയുമ്പോഴത്തേക്ക് SSB എന്ന് പറഞ്ഞാൽ സർവീസ് സെലക്ഷൻ ബോർഡ് നമ്മൾ സെലക്ട് ചെയ്യാണ്. ഡിഫൻസ് അക്കാദമിയിലേക്ക് പോകുന്നു. കമ്മീഷൻഡ് ഓഫീസർ എന്നുള്ള തസ്തികയിലേക്കാണ്. ആർമിയിലാണ് ലെഫ്റ്റനന്റ്, നേവിയിലാണ് സബ് ലെഫ്റ്റനന്റ്, എയർഫോഴ്സിലാണെങ്കിൽ ഫ്ലൈയിങ് ഓഫീസർ. ഈ തസ്തികയിലേക്കാണ് അവർ കയറി പോകുന്നത്. സാർ, അപ്പം ഇത് 45 കുട്ടികൾക്കാണോ ഈ എക്സാം എഴുതാൻ പറ്റുള്ളൂ? അതോ 45 × 90 135 കുട്ടികൾക്ക് പരീക്ഷ എഴുതാം. ഓക്കെ സാർ. മാഡം ചോദിച്ചോളൂ. ഒരു ക്വസ്റ്റ്യനും കൂടെ ഒന്ന് ചോദിച്ചോളൂ. എത്ര വേണം ചോദിച്ചോ. സാർ, ഈ B.Ed കഴിഞ്ഞാല് ഈ അതായത് ഇപ്പൊ റോബോട്ടിക്സ് ആണ് ടീച്ചിങ് ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ പോന്നേന്ന് പറഞ്ഞല്ലോ. അത് ഈ എത്ര ഇയറിനുള്ളിലായിരിക്കും? അത് 8ാം ക്ലാസ് എപ്പം വേണം നമുക്ക് ആ പരീക്ഷ എഴുതാം. 8ാം ക്ലാസ് കഴിഞ്ഞാണ് കുറച്ച് ഇംഗ്ലീഷിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് അത്രയെങ്കിലും വേണം എന്നുള്ളതാണ് കാര്യം പറയുന്നത്. അല്ല, മാഡം എന്താ ഉദ്ദേശിച്ചത്? ഇപ്പൊ ഈ ടീച്ചിങ്ങിൽ റോബോട്ടിക്സിന്റെ കടന്നുവരവ് എത്ര കാലം കൊണ്ട് വരുന്നതാണ് മാഡം ഉദ്ദേശിച്ചത്? ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. എത്ര നേരം? അത് ഓൾറെഡി വന്നു കഴിഞ്ഞു മാഡം. നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. ഓൾറെഡി നമ്മുടെ നാട്ടില് എത്തിയിട്ടില്ല. അപ്പം എത്തിയാൽ അതൊരു ഫാസ്റ്റ് മൂവ്മെന്റ് ആയിരിക്കുമോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ സാർ. അല്ല സാരമില്ല, നമ്മളുടെ കോളേജിന്റെ പേരെന്ന് പറഞ്ഞാൽ മതി. ഞാനൊരു നമ്മളുടെ ഇന്ത്യൻ മിലിറ്ററി നേവി, ഞാനിപ്പോ ഒരു മീറ്റിംഗിൽ ഇരിക്കുക. മീറ്റിംഗിൽ കുറച്ചു പേര് കോളേജിന്റെ പേര് ചോദിക്കുന്നു. എന്തോ കേട്ടില്ല. റേഞ്ചിലല്ല. ഒന്നുകൂടെ ഒന്ന് പറയാവോ? അല്ല, വാട്സപ്പിൽ ഒരു മെസ്സേജ് വിടാവോ കോളേജിന്റെ പേര്? ഹലോ.
ഇതിന് വാക്ക് മാത്രമുണ്ട്. ഹസ്ബൻഡ് ഓക്കെ, മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ? വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അല്ല സാറേ ചോദിച്ചോട്ടെ, നേരത്തെ ഞാനത് മറുപടി ഞാൻ തന്നോളാം. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നേ. അത് കാരണം ഇന്ത്യ ഒട്ടുക്കുള്ള കോളേജ് ആയത് കാരണം നമുക്ക് അങ്ങനെ ഒരു കോളേജിന്റെ പേരങ്ങനെ ഓർത്തില്ല, അതാ പറ്റിയ. ഇതാണ് ബ്ലൗസ്. അറിയാമോ? ഇതില്ല ഇത് ഇതിന്റെ വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അടുത്ത ചോദ്യം. അറിയത്തില്ല. നമ്മുടെ സമയം വെറുതെ പോകുന്നുണ്ട്. മിലിറ്ററി നേവി ആ കോളേജിന്റെ പേരെന്ന് പറഞ്ഞേ. പേര് മാറ്റിയോ? ഓക്കെ 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 ഓക്കെ, താങ്ക് യു. സാറേ ഇതുവരെ അറിഞ്ഞിരുന്ന കവലിയാർ എന്നുള്ള ഇക്കൊല്ലം അതിന്റെ എന്തോ ഒരു പാർട്ണർഷിപ്പിന്റെ ഒരു പുതിയ വന്നപ്പോ അതിന്റെ പേര് മാറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പം ഒരു 2 മാസങ്ങളിലെ പറയത്തുള്ളൂ. ഇപ്പം കവലിയാർ എന്നാണ് പേര് കിടക്കുന്നത്. മാഡം കേട്ടല്ലോ? കേട്ട് സാർ, കേട്ട്. താങ്ക് യു. അത് നമ്മൾ വഴിയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് എഴുതാതെ നിങ്ങളെ അവിടെ കയറ്റിവിടാം. നമ്മളെ കുഞ്ഞുങ്ങളെ ഉഴപ്പിയാക്കരുത്. 2-3 പ്രാവശ്യം നമ്മൾ കുഞ്ഞുങ്ങളെ പോയി അന്വേഷിക്കും. പിന്നെ കുഞ്ഞുങ്ങളിലെ ഫീസ് സ്ട്രക്ചർ ഒക്കെ ഒരു 4.5 ലക്ഷം രൂപയാവും കോളേജിലെ ഫീസ്. 6,000 രൂപ വെച്ച് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വരും. ഫുഡ് എന്ന് പറഞ്ഞാൽ മുട്ടയും ഏത്തപ്പഴവും ഒക്കെയാണ്. മിലിറ്ററി നേവി എയർഫോഴ്സ് അല്ലേ, അതപ്പം നല്ല എക്സസൈസ് ഒക്കെ ഉണ്ട്. ഫിസിക്കലും കാണോ? അതല്ലേ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മിലിറ്ററി ഓഫീസേഴ്സ് തന്നെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഹൈറ്റിന്റെ ക്രൈറ്റീരിയ അങ്ങനെ എന്തെങ്കിലും? അല്ല, പേടിക്കണ്ട. പട്ടാളക്കാരനായിട്ടല്ല പോകുന്നത്. കമ്മീഷൻഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അവർക്ക് 2 പേര് സെക്യൂരിറ്റി ഉണ്ട്. ഗൺമാൻമാർ 2 പേരാ. അത് പറഞ്ഞ പോലെ തന്നെ മോന് അല്ലെ മോൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് അവർ കഴിച്ചു നോക്കിയിട്ടാണ് സ്റ്റാഫ് കഴിച്ചു നോക്കിയിട്ടാണ് നമുക്ക് ഭക്ഷണം വരെ കഴിക്കാൻ പറ്റുന്നത്. നെടുമ്പാശ്ശേരി അല്ലെ കോഴിക്കോട് വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് കേന്ദ്ര സർക്കാരിന്റെ വണ്ടി വന്ന് പിക്ക് ചെയ്തുള്ളൂ. നമ്മളൊന്നും പേടിക്കണ്ട. അതുപോലെ തന്നെ 10 വർഷം കഴിയുമ്പോൾ ഇങ്ങോട്ട് ഓൾഡർ റിട്ടയർമെന്റ് എടുത്ത് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. 60 വയസ്സ് വരെ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ 1.80 മിച്ചം നമ്മൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. ഒത്തിരി ഗുണങ്ങളുള്ളതാണ്. നമ്മളുടെ SP കളക്ടർ എന്നൊക്കെ പറയുന്നത് ഇവർക്ക് സബോർഡിനേറ്റ് ആണ്. Any other questions? ഇന്ന് സാറിനൊക്കെ നമുക്ക് ഇവിടെ കൂട്ടി കൊടുത്തിട്ട് നമ്മുടെ ബിന്ദുമോളും കൂടെ എവിടെ പോയി? ബിന്ദുമോൾ മാഡം നല്ല ആളാണ്. ഒരാളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് വീട്ടുകാരി മുങ്ങിയ പോലെ ഉണ്ടായിരുന്നു. ലേറ്റായി ഞാൻ ജോയിൻ ചെയ്യാൻ. അപ്പൊ ലാസ്റ്റ് സംസാരിക്കാൻ ഓർത്തിരിക്കുവായിരുന്നു. താങ്ക് യു. ഒരു നല്ലൊരു അവസരം ഒരുക്കി തന്നതിന് സാറ് വന്ന് ഞങ്ങൾക്കൊരു ക്ലാസ് എടുത്ത് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. സാറിനോട് പറഞ്ഞപ്പോ തന്നെ ഫസ്റ്റ് ടൈം ചോദിച്ചപ്പോ തന്നെ സാറ് സമ്മതിച്ചു. ഒരുപാട് നന്ദിയുണ്ട് സാറിനോട്. താങ്ക് യു വെരി മച്ച്. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് എന്നെ നന്ദി. ആരാണ് ഒരു ജാൻസി അങ്ങനെ പുതുമുഖം കണ്ടല്ലോ? ഈ ജാൻസി എന്നുള്ള പേരിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ആരാണ്? ഇതിപ്പോ വേറെ എന്തെങ്കിലും പേരിൽ ആരെങ്കിലും ജോയിൻ ചെയ്താണോ? ആണെങ്കിൽ ഒന്ന് സംസാരിക്കൂ, 2 വാക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കൂ. ഹലോ, ചോദിച്ചോളൂ. അമ്മ അവര് ചോദിക്കണം ജാൻസി എന്നുള്ള പേര് കയറിയേക്കുന്ന ആരാണ്? അവർ 2 മിനിറ്റ് അല്ല, സംസാരിക്കും. ചോദിച്ചോളൂ മാഡം, ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. എന്നറിയില്ല. ഓക്കെ, അപ്പോ ബിന്ദുമോൾ മാഡം
സർ ഓക്കെ, ഓൺ ബിഹാഫ് ഓഫ് ഇപ്പൊ നമുക്ക് ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ശേഷം നമ്മള് ഉദ്ദേശിച്ച സമയം കഴിഞ്ഞു. പിന്നെ ഇനി ആർക്കും കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഓൺ ബിഹാഫ് ഓഫ് അവർ കരിയർ കൗൺസിലേഴ്സ് ക്ലബ് ഐ റിക്വസ്റ്റ് ബിന്ദുമോൾ മാഡം ടു ഡെലിവർ ദ വോട്ട് ഓഫ് താങ്ക്സ് ടു അവർ ബിലവ്ഡ് ചീഫ് ഗസ്റ്റ് ഷാജൻ വി സരിയക് സർ. സർ ഞാൻ ഹലോ പറഞ്ഞോളൂ. സാറിനോട് ഞാൻ പ്രത്യേകിച്ച് ഒരു നന്ദി പറയേണ്ട കാര്യമില്ലല്ലോ. കാര്യമില്ല. ഇത്രയും പേരെ പരിചയപ്പെടുത്തുകയും അവരോട് സംസാരിക്കാൻ ഒരു അവസരം ഒരുക്കി തന്ന ബിന്ദുമോൾ ശിവദാസിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അങ്ങോട്ട് പറയാം, അതല്ലേ നല്ലത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആരുടെ നാട്ടിലും ഒരു ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന് ക്ലാസ് എടുക്കാൻ ഞാൻ തയ്യാറാണ്. കുഞ്ഞുങ്ങൾ, നമ്മളെ വരും തലമുറ നന്നാകേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല കാഴ്ചപ്പാടാണ് തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് സാർ നമ്മുടെ ഈ യാത്രയിൽ ഇന്ന് നജീബുദ്ദീൻ സാറിന്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞു. അയ്യോ, ഹാപ്പി ബർത്ത്ഡേ സർ. ഹാപ്പി ബർത്ത്ഡേ നജീബുദ്ദീൻ സാറേ. താങ്ക് യു സർ, താങ്ക് യു. അപ്പൊ നമുക്ക് വേറെ എങ്ങനെ അറിഞ്ഞു? ഞാൻ അറിഞ്ഞു സർ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. many happy returns of the day sir. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. നമ്മള് ഇന്നത്തെ ജനുവരി 12 മഹാന്മാരായിട്ടുള്ള ജനിച്ച ദിവസങ്ങളാണ് പറഞ്ഞത്. സ്വാമി വിവേകാനന്ദ ജനിച്ചത് ഇന്നാണ്. നജീബുദ്ദീൻ സാർ ജനിച്ച ദിവസവും അന്നാണ്. സ്വാമി വിവേകാനന്ദനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ടുള്ള ഞാൻ ജനിച്ചത് ഒന്ന് തന്നെയാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ ഒരു യാത്രയില് നമ്മൾ ഒരേ സ്വപ്നങ്ങളും ഒരേ ലക്ഷ്യങ്ങളും മനസ്സിൽ കൊണ്ടെടുക്കുന്ന കുറെ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അതിന് ഒരുപാട് ആ യാത്ര രസകരമാകും. അതുകൊണ്ടുണ്ടാകുന്ന ഔട്ട്കം വളരെ നല്ലതാകും. എന്തായാലും സാറിനെ പോലെ ഒരാളെയും കൂടി ഞങ്ങളുടെ ഈ ഒരു കുടുംബത്തിലേക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. സാറ് ഞങ്ങളുടെ യാത്രയിൽ സാറ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും, ഒരു ഗൈഡൻസ് ആയിട്ട് ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ അല്ലെ? താങ്ക് യു ഉണ്ട്. 100% കുടുംബത്തിലെ അംഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാറ് അംഗം ആയി കഴിഞ്ഞു വലുതായി. ഓക്കെ താങ്ക് യു. അപ്പൊ ബിന്ദുമോളോട് അതിനും ഒരു നന്ദി കൂടുതൽ പറയുകയാണ്. ഓക്കെ, വളരെ സന്തോഷം സാർ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നമുക്ക് ഒരു ദിവസം ധന്യമാക്കി തീർത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു ഷാജൻ സാർ, താങ്ക് യു ഓൾ ഓഫ് യു. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.